കൂട്ടിച്ചേർത്ത എല്ലാ കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. സാർ പറഞ്ഞ ഹിന്ദുമതം, അങ്ങനെ ഒരു മതമില്ല, ഇതൊക്കെ പൊതുവെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഭാഷയിലും പ്രയോഗത്തിലും ഒക്കെ ഹിന്ദുമതം എന്ന് പറഞ്ഞാലേ ഇന്ന് ആളുകൾ മനസ്സിലാവും. സനാതന മതം എന്ന് പറഞ്ഞ ഇവിടേക്ക് സാധാരണ ഒട്ടുമിക്ക പേർക്കും അത് മനസ്സിലാവില്ല. ഈ സനാതന മതമായത് ഏത് മതമായത് ഇതെല്ലാം പറഞ്ഞാലും അത് ബ്രാഹ്മണിക്കലാണ് സാർ. ബ്രാഹ്മണപ്പുറം ഇവർ ഈ പറയുന്ന ഈ രാഷ്ട്രം കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ആ രാഷ്ട്രത്തിൽ ഈ ബ്രാഹ്മണനും ക്ഷത്രിയനും ഇല്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് താഴോട്ടാരും കാണില്ല. അതിനെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. ബാക്കി ഒന്നുമില്ല. ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് ഒരു പറ്റിപ്പാണ്. ആ ചാതുർവർണ്ണ്യത്തിൽ ഒറ്റ വർണ്ണമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം അതിന്റെ സേവകരാണ്. ഈ കൊണ്ടുവരാൻ പോകുന്ന ഈ രാഷ്ട്രത്തിൽ ഈ പറയുന്ന ദളിതനും അധസ്ഥിതനും ഒന്നും ഈ പറയുന്ന കൊടുത്തില്ല. ഹിന്ദു എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ മതത്തിലുള്ളവരും ഇവിടെ ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരും അത് വിദേശികളാണ്. അങ്ങനെ ഒരു കിട്ടരുത് എന്ന് പറഞ്ഞാൽ ഹിന്ദിന്റെ തീരത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ എന്ന് മാത്രമേ അവർ ഹിന്ദു. പക്ഷെ അതിന് മറ്റൊരു വിധത്തിൽ ഇന്ന് പറഞ്ഞ് നമ്മളെല്ലാ എഴുത്തിലും കാര്യങ്ങളിലും എല്ലാം ഹിന്ദു വന്നു. പക്ഷെ സനാതന മതം എന്നുള്ളത് പഴയകാലത്തെ അവർ ഉപയോഗിച്ചു വന്നു. അത് ബ്രാഹ്മണിക്കലാണ്, ബ്രാഹ്മണ മതമാണ്. സാറ് പറഞ്ഞ കാര്യമാണ്. ഈ മതഫാസിസത്തിന് ഇന്ന പാർട്ടി എന്നില്ല കേട്ടോ. നമ്മൾ കരുതുന്നത് പോലെ BJP ആണ് അത് നടപ്പിലാക്കാനെന്ന് പറഞ്ഞ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് നേരെ വിപരീതം അല്ല. അതിനെ കുറിച്ച് ഞാൻ അങ്ങോട്ട് രാഷ്ട്രീയം പറഞ്ഞു പോകുന്നില്ല. മതഫാസിസത്തിന്റെ ഒരു ടൂൾ, അതിപ്പോഴത്തെ ടൂളാണ് ഒരു രാഷ്ട്രീയ പാർട്ടി. അവർക്ക് 1-2 ടൂളുണ്ട്. ആ ടൂള് കാലത്തിനനുസരിച്ച് അവർ മാറ്റിക്കൊണ്ടിരിക്കും. ഇന്ന് നാം കാണുന്നവരായിരിക്കില്ല നാളെ വരുന്ന മുഖം. നരേന്ദ്രമോദി ഇന്നും ഇവിടെ പാസ് നടപ്പിലാക്കുന്നോ BJP ഏരിയയിലെന്നോ നമ്മൾ ധരിക്കുകയേ വേണ്ട. അവരുടെ ജനനം മുതൽ ഇങ്ങോട്ട് കാണുമ്പോൾ അതിന്റെ പേരുകൾ ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കും, മുഖങ്ങൾ മാറി പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അടിസ്ഥാന പ്രമാണത്തിൽ മാറ്റമുണ്ടാകില്ല. ഇന്ത്യയെ സാറ് പറഞ്ഞ ഒരു വിഷയമുണ്ട്. അത് നെഹ്റുവിനെ ചൂണ്ടിയാണ് എന്നുള്ളതല്ല. ഇന്ത്യ മതത്താൽ ഉറങ്ങുകയും മതത്താൽ ഉണരുകയും ചെയ്യുന്ന രാജ്യമാണ്. ഇത് അറിഞ്ഞുകൂടാത്ത ഏക രാഷ്ട്രീയ പാർട്ടി ഇടതുപക്ഷ പാർട്ടികളാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അവർ ക്ലച്ച് പിടിക്കാത്തത്. ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഇത് അന്തസ്സായിട്ട് അറിയാവുന്നത് കൊണ്ട് അവർ ഇന്ത്യയിലെ 1ാമത്തെ രാഷ്ട്രീയ പാർട്ടിയായി മാറി. ഇത് ഞാൻ പറഞ്ഞത് അതിന്റെ നയരേഖയിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഈ നാനാത്വത്തെ തിരിച്ചറിയാൻ അവരുടെ ഇടതുപക്ഷ പാർട്ടികൾക്ക് കഴിയാതെ പോയി എന്ന് അവരുടെ കോൺഗ്രസുകളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഗാന്ധിജിക്ക് ഇത് നന്നായി അറിയാവുന്നത്. ഗാന്ധിയുടെ ഏറ്റവും ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ എങ്ങനെ മതത്തെ ഉപയോഗിക്കണമെന്ന് മഹാത്മാഗാന്ധിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഗാന്ധിജി അത് നല്ലവണ്ണം ഉപയോഗിച്ചത് കൊണ്ടാണ്, അത് ശരിയായ വഴിയിലൂടെ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇന്ത്യൻ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുവാൻ ഗാന്ധിജി കഴിഞ്ഞത്. അപ്പോൾ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പല രാഷ്ട്രീയ പാർട്ടികളും പല രാഷ്ട്രീയ നേതൃത്വങ്ങളും ഇന്ത്യയിൽ വളരുകയും തളരുകയും ചെയ്തത്. ഇപ്പൊ തളരുന്നതിന്റെ ചില പാർട്ടികൾക്ക് ഇപ്പൊ തളർച്ച ഉണ്ടാകുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. അതുകൊണ്ട് ഹിന്ദുത്വം സ്വീകരിച്ചില്ലെങ്കിൽ ഒരു മൃദു ഹിന്ദുത്വമെങ്കിലും ഇരിക്കട്ടെ ഇപ്പൊ തോട്ടിന് വേണ്ടി എന്ന് പറഞ്ഞു നടക്കുന്ന കാലമാണ്. പക്ഷേ ഇതിന്റെ ഭവിഷ്യത്ത് ലോകത്തിൽ എവിടെ കണ്ടാലും പാലസ്തീനിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചവരുടെ ലക്ഷങ്ങൾ, എണ്ണങ്ങൾ. ലീലാവതി ടീച്ചർ അതൊന്ന് പറഞ്ഞു പോയതിനെ ആ ടീച്ചറെ ഈ പ്രായത്തിൽ ആക്രമിച്ച കേരളമാണ്. നവോത്ഥാന കേരളമാണ്. ആ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു, പട്ടിണിക്കിട്ട് കൊല്ലുക. ഇത് മതഫാസിസത്തിന്റെ ഒരു തന്ത്രമാണത്. ഇത് അവിടെ മാത്രമായിരിക്കും എന്ന് കരുതുന്നത് വെറുതെയാണ്. ലോകം മുഴുവൻ ഇത്തരം സാർ നേരത്തെ പറഞ്ഞ ജൂതരാഷ്ട്രത്തെ അവർ പറയുന്ന ദൈവമാണ് അവർക്ക് ആ മണ്ണ് കൊടുത്തതെന്നാണ് അവരുടെ വിശ്വാസം. ദൈവം തന്ന മണ്ണ് അത് മനുഷ്യന് എടുക്കാൻ അവകാശമുണ്ടോ? ജൂതരാഷ്ട്ര സങ്കല്പം, താലിബാൻ, ISS, ഇതൊന്നും. അതുപോലെ ഇന്ത്യയുടേതായ രൂപത്തിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്നു. അത് ഇനിയും വളർന്നു പോകും. ഇനിയും വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാറിയും തിരിഞ്ഞും ഈ മതത്തെ ഉപയോഗിക്കും, ജാതിയെ ഉപയോഗിക്കും. അവരവരുടെ നേട്ടങ്ങൾ ഉണ്ടാക്കും, അവർ കോടികൾ ഉണ്ടാക്കും. സ്വിസ് ബാങ്കിലെ കണക്ക് പുറത്തു വിടുമെന്ന് പറഞ്ഞാൽ എന്നാ സാറേ ഞാൻ സാറിന്റെ കൂടെ വരാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയും ചെയ്യും. ഇതൊക്കെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കും. സാറ് പറഞ്ഞതുപോലെ പണം അത് വലിയ ശക്തിയാണ്. ഈ പണത്തിന്റെ ശക്തി ഇതൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പോകും. പിന്നെ ഒരു EDയും CBIയും അതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ കള്ളപ്പണം വെട്ടിച്ചുമാരെ മൊത്തം
അവർ കൂടെ കിട്ടുകയും ചെയ്യും. ഇതൊക്കെ പച്ചയായ രാഷ്ട്രീയമാണ്. ഇതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ, അങ്ങനത്തരം ചില കാര്യങ്ങൾ ഉയർന്നു വന്നതാണ്. അതുകൊണ്ടാണ് ജാതി എന്ന് പറയുന്നത് ഒറ്റ ജാതി മാത്രമേ ആ മതരാഷ്ട്രം വരുമ്പോൾ കാണുകയുള്ളൂ. ആ ജാതി ചെറു ന്യൂനപക്ഷത്തെ ജാതി ആയിരിക്കും. ആ ജാതി മറ്റു ജാതികളെല്ലാം അടിമകളാക്കി ഭരിച്ചു കൊണ്ടുപോകാൻ അവർക്ക് നന്നായിട്ട് അറിയാം. അത് വന്നത് മധ്യേഷ്യയിൽ നിന്ന് അവരിഞ്ഞോട്ട് കടന്നു വന്നപ്പോൾ തന്നെ അവരുടെ കയ്യിൽ ഒരു കത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇടിപ്പിൽ വെച്ചിരുന്നു എന്നാണ്, ഉടുപ്പ് പോലും ഇട്ടിട്ടില്ലായിരുന്നു എന്നാണ് ചരിത്രത്തിൽ ഇവര് ആര്യന്മാര് വന്നത് കാണുന്നത്. അവർ നന്നായിട്ട് മാംസം കഴിക്കുമായിരുന്നു കേട്ടോ, നന്നായിട്ട് മാംസം കഴിക്കുമായിരുന്നു. അവർ യാഗം നടത്തിയിട്ട് അതിന്റെ ആ മൃഗത്തിന്റെ നല്ല ഭാഗങ്ങളൊക്കെ തിന്ന് വളർന്ന് കൊഴുത്ത് വളർന്നു വന്നവരാണ് നിങ്ങളെ മാംസം കഴിക്കരുത് എന്ന് പഠിപ്പിച്ചത്. പിന്നെ പറഞ്ഞ് നിർത്തുന്നുള്ളൂ. അതൊക്കെ സംഭവിക്കും. നല്ല ചർച്ച, നല്ല രീതിയിൽ ഗൗരവത്തോടെ ഈ വിഷയത്തെ കൈക്കൊണ്ടു. അഭിവാദ്യ പ്രസംഗത്തിന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദേവഗിരിയെ